സംസ്ഥാനത്ത് മത്സ്യബന്ധനം നാളെ മുതൽ. കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വി വിനോദ് ചേരുന്നു. വിനോദ്, മത്സ്യബന്ധനം നടത്തുമ്പോൾ സ്വാഭാവികമായും കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് സർക്കാർ? ധന്യ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു കടുത്ത ദുരിതകാലമാണ് കടന്നുപോയത്. ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രോളിംഗ് നിരോധനം വന്നു. ഏതാണ്ട് 6 മാസത്തോളം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത വലിയ ദുരിതമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും നാളെ അർദ്ധരാത്രി മുതൽ കടലിൽ പോകാനുള്ള അനുമതിയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഒരുപോലെ കടലിൽ പോകുന്നതിന് കഴിയും. അതിന് മറ്റ് തടസ്സമില്ല. എങ്കിൽ തന്നെയും രജിസ്റ്റർ നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബോട്ടുകൾക്ക് അനുമതി നൽകുക. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ തുടരും. ലേലം അനുവദിക്കില്ല. ഹാർബറുകൾ തുറക്കുമെങ്കിലും അവിടെ ഫിഷറീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൊത്ത വിലയ്ക്ക് മൊത്ത കച്ചവടക്കാർക്കായിരിക്കും മത്സ്യം വിതരണം ചെയ്യുക. അതിനുശേഷം മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് ചെറുകിട കച്ചവടക്കാർക്ക് ഈ മത്സ്യം വാങ്ങുന്നതിനും വിതരണം ചെയ്യുന്നതിനും സാധിക്കും. ഏതായാലും ഹാർബറുകളിൽ കർശനമായ നിയന്ത്രണം തുടരും. കാരണം തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രത്യേകിച്ച് തീരദേശം വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അനുമതി നൽകിയെങ്കിൽ പോലും കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കും മത്സ്യബന്ധനവും വിപണനവും അനുവദിക്കുക. പക്ഷേ ഈ ഘട്ടത്തിൽ മത്സ്യബന്ധനത്തിന് അനുമതി ലഭിച്ചത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരം ആകുന്ന ഒരു കാര്യം തന്നെയാണ്. ശരി, നന്ദി വിനോദ വിവരങ്ങൾക്ക്. കൊല്ലത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബോട്ടുടമ ജീവനൊടുക്കി. ശക്തികുളങ്ങര സ്വദേശി സുപ്രിയനെയാണ് മത്സ്യബന്ധന ബോട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്ഡൌണും ട്രോളിംഗ് നിരോധനവും കാരണം 5 മാസത്തിലേറെയായി ബോട്ടുകൾ കടലിൽ പോകാനാകാത്തതിനാൽ സുപ്രിയൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 1417 പേർക്ക് കോവിഡ്, 1242 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 105 പേരുടെ ഉറവിടം അറിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 72 പേർക്കും വിദേശത്തു നിന്നെത്തിയ 62 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 36 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം ഇന്ന് 1426 പേർക്ക് രോഗം ഭേദമായി. മലപ്പുറത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവാഹം, മരണം, മെഡിക്കൽ എമർജൻസി, മെഡിക്കൽ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ എന്നിവയ്ക്ക് ലോക്ഡൌൺ ബാധകമല്ല. വിവാഹം, മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 20 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. സ്വകാര്യ ക്ലിനിക്കുകളിലും സ്വകാര്യ ആശുപത്രികളിലും രോഗികൾ സാമൂഹിക അകലം പാലിക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വിവാഹ ചടങ്ങുകൾക്ക് എത്തിച്ചേരുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമുള്ള പാസ് അനുവദിക്കുന്നതിനായി താലൂക്ക് തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. കോട്ടക്കലിൽ ആര്യവൈദ്യശാല ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി കോട്ടക്കൽ നഗരസഭ അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആൾക്ക് കോവിഡ്. ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ 150-ലധികം ആളുകളോട് ക്വാറന്റീനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. റവന്യൂ, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ജീവനക്കാരോടാണ് ക്വാറന്റീൻ പോകാൻ നിർദ്ദേശിച്ചത്. സംസ്ഥാന അതിർത്തി ഗ്രാമപഞ്ചായത്തായ പാറശാലയിലെ പശുവയ്ക്കലിൽ 18 പേർക്ക് കോവിഡ് പോസിറ്റീവ്. 50 പേരുടെ പരിശോധനയിൽ 18 പേരുടെ ഫലമാണ് പോസിറ്റീവായത്. പശുവയ്ക്കൽ വാർഡിലെ കൊല്ലംകോണം മേഖലയിലാണ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പാറശാല ടൗൺ ഭാഗത്ത് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയിലെ മൂന്നുകല്ലിൻമൂട്, ടൗൺ, വഴിമുക്ക്, പുത്തനമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കി. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൽ UDFന്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 2 ആഴ്ചയായി കണ്ടെയ്ൻമെന്റ് സോൺ മാറാത്തതിനെതിരെയാണ് പ്രതിഷേധം. നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് നേതാവ് KM മുഹമ്മദ് സോഷ്യൽ മീഡിയ സമരം ഉദ്ഘാടനം ചെയ്തു. പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. പെട്ടിമലയിൽ റിപ്പോർട്ടിംഗിനെത്തിയ വാർത്താ സംഘത്തിലെ 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതും ആശങ്കയുണ്ടാക്കുന്നു. ഇവരുമായി സമ്പർക്കമുണ്ടെന്ന് കണ്ടെത്തിയാൽ നിരവധി രാഷ്ട്രീയ നേതാക്കളും നിരീക്ഷണത്തിൽ പോകേണ്ടി വരും. കഴിഞ്ഞ 2 ദിവസത്തിലെ പോലെ വനമേഖലയോട് ചേർന്ന് പുഴയിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ പഴയ ലയങ്ങളിലാണ്. ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചതല്ലാതെ കണ്ണൻദേവൻ കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ അടക്കം വാഗ്ദാനം ചെയ്യുമ്പോഴാണ് ഈ ദുരവസ്ഥ.
കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും നിലംപൊത്താറായ എസ്റ്റേറ്റ് ലയങ്ങൾ. കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ അവസ്ഥ. ജനാലകൾ പോലുമില്ല. ചോർന്നൊലിക്കുന്ന വൃത്തിഹീനമായ ഈ ലയങ്ങളിലാണ് ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 2 കുടുംബങ്ങളിലെ 7 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ദുരന്തത്തിന്റെ പിറ്റേന്ന് തന്നെ കമ്പനി അധികൃതർ ഇവരുടെ പുനരധിവാസം സാധ്യമാക്കിയെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇവിടെ കിടക്കുന്നതിലും ഭേദം പെട്ടിമുടിയിലെ മണ്ണിനടിയിൽ പെടുന്നതാണെന്ന് ദുരന്തബാധിതർ. பெட்டிமுடியிலேருந்து வந்து 4 நாள் ஆச்சு. எங்களுக்கு கம்பெனி கொடுத்த அடைக்கலம்னு சொல்லி இந்த வீடு தான் கொடுத்துருக்காங்க. இந்த வீட்டில் பல மிருகங்கள் வந்து படுக்கிற இடம். நாங்கள் பேருந்த தண்ணியோடு நாங்கள் பேர்ந்துக்கலாம். இங்கேயும் வந்து இந்த எத்தனை வருஷத்துக்கு முன்னாடி கட்டின கல்லுன்னு தெரியல. அந்த கல்லும் கீழே வந்துச்சுன்னா அதுலேயும் நாங்கள் செத்து போவோம். எங்களுக்கு ஒரு வழி இல்லை. ஏதாவது கம்பெனியும் சர்க்காரும் பார்த்து ஏதோ ஒரு நல்ல வழியை காய்ச்சி எங்களுக்கு கொடுங்க. മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം സർക്കാർ സംവിധാനങ്ങളടക്കം ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. വിഷയത്തിൽ ഇടപെട്ടുവെന്നും പ്രശ്നം പരിഹരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ മുഖേന നിർദ്ദേശം നൽകിയെന്നും ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്ന് ചർച്ച ചെയ്യുകയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കമ്പനിക്ക് ഇവിടെ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഉടനെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് കരുതാൻ. ന്യൂസ് 18 ഇടുക്കി. പെട്ടിമുടി ദുരന്തത്തിന് 1 മണിക്കൂർ മുമ്പാണ് ബൈസൺ വാലിക്ക് അടുത്ത് സൊസൈറ്റി മേഡിൽ വൻ ഉരുൾപൊട്ടലുണ്ടായത്. 50ഓളം കർഷകരുടെ 150 ഏക്കറിലധികം കൃഷി നശിച്ചു. അധികൃതരാരും ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഏലക്കാടായിരുന്നു. ഏലം ഈ മലവെള്ളപ്പാച്ചിലിൽ വന്ന് ഇടിഞ്ഞ് നിരന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതായിരിക്കുക. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഗ്യാപ് റോഡിൽ നിന്നും ഉരുൾപൊട്ടലുണ്ടായി കിളവിപ്പാറ വഴി 10 കിലോമീറ്ററോളം താഴേക്കുള്ള കൃഷിയിടങ്ങൾ പാടെ തകർന്നത്. വൻ സ്ഫോടന ശബ്ദത്തോടെ 4 തവണയായി ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗണ്ട്. പിള്ളേരും ഞങ്ങളെല്ലാവരും പെട്ടെന്ന് മുറ്റത്തിറങ്ങി. മഴയാണെങ്കിലും മുറ്റത്തിറങ്ങി ഞങ്ങൾ നോക്കി നിൽക്കുക. എല്ലാവരും അടുത്ത വീട്ടിലുള്ള ലൈറ്റ് കളി ചാടി ഇറങ്ങി. ഈ സൗണ്ട് വന്ന് അടുത്തടുത്ത് വരുന്നുണ്ട്. ഇതെല്ലാം മരം ഒടിയണതും അതേമാതിരി കല്ലുകൾ ഉരുണ്ട് വരുന്നതും ഭയങ്കര ഭീകരമായ സൗണ്ട്. അപ്പോൾ ഒരു ട്രിപ്പായിട്ടാണ് പോകുന്നെങ്കിൽ പ്രദേശമില്ല. ഒരു 4 ട്രിപ്പായിട്ടായി സാധനം. 4 ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. 10 മണി 11 മണിയാകുമ്പോഴാണ് തീർന്നത്. മുകളിൽ നിന്നും 10 കിലോമീറ്ററോളം വൻ പാറക്കല്ലുകളും ചെളിയും വൻ മരങ്ങളും ഒഴുകിയെത്തി. 50ഓളം വരുന്ന കർഷകരുടെ 150 ഏക്കറോളം വരുന്ന കൃഷിയും നശിച്ചു. ഞങ്ങളുടെ തന്നെ സ്ഥലം ഒരു 8 ഏക്കർ അടുത്ത് ഒഴുകി പോയിട്ടുണ്ട്. മുകളിൽ മണ്ണൊക്കെ വന്ന് ഏത് സമയത്ത് പോലും ദിശ മാറി തോട് വീണ്ടും ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. കേബില് പാറ അകലെ വിണ്ടിരിക്കുന്നതാണ്. അത് ഏത് സമയത്തും താഴെ പോരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. വലിയ മതിയായ പാറകളാണ് ഇരിക്കുന്നത്. ആ പാറയൊക്കെ പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ പോലും പറ്റില്ല. അത് എങ്ങോട്ട് തിരിയുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടിവാരത്തുണ്ടായിരുന്ന വീടും ഭാഗികമായി തകർന്നു. തോട് ഗതിമാറി ഒഴുകിയതാണ് വീട് തകരുവാൻ കാരണം. ഉരുൾപൊട്ടലുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ന്യൂസ് 18 വാർത്താ സംഘമല്ലാതെ മറ്റാരും മല കയറി ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. ഒരായുസിന്റെ അധ്വാനം മുഴുവൻ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതിന്റെ അമ്പരപ്പിലാണ് ഇവിടുത്തെ കർഷകർ. അധികൃതർ ഒരു തവണയെങ്കിലും സഹായങ്ങളുമായി മല കയറിയെത്തുമെന്ന പ്രതീക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. സൊസൈറ്റി മേട്ടിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. പീരുമേട് താലൂക്കിൽ അപകടം മുന്നിൽ കണ്ട് ഇടിഞ്ഞു വീഴാറായ ലയങ്ങൾക്കുള്ളിൽ കഴിയുന്നത് 100 കണക്കിന് തൊഴിലാളി കുടുംബങ്ങളാണ്. ജൂൺ 15 മുൻപ് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന ഉത്തരവ് കാലവർഷം ശക്തമായിട്ടും നടപ്പായിട്ടില്ല. പെട്ടിമുടിയിലെ അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ അന്തിയുറങ്ങുന്നതും ഭീതിയോടെയാണ്. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് താമസം. കുടുംബങ്ങളെ അധികൃതർ അവഗണിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ജൂൺ 15 മുൻപായി തൊഴിലാളികളെ വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണമെന്ന ഉത്തരവ് ഇതുവരെ നടപ്പായില്ല. തൊഴിലാളികൾക്ക് മഴ നനയാതെ തലചായ്ക്കുവാൻ ഒരിടം പോലുമില്ല. ലയങ്ങൾക്കകം മുഴുവൻ ചോർന്നൊലിക്കുകയാണ്. ഓടുകൾ മേഞ്ഞ മേൽക്കൂരകൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥ. ഞങ്ങളുടെ ലയത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ഞങ്ങൾ എന്നാ ചെയ്യുന്ന? ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. കമ്പുകൾ കൊണ്ട് മേൽക്കൂരകൾ താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ലയം നിലംപതിക്കാതിരിക്കുന്നത്. ലയം എല്ലാം കിടക്കുന്ന കണ്ടോ, മൊത്തം ഇടിഞ്ഞ് പറഞ്ഞ് പ്ലാസ്റ്റിക് ഒക്കെ അടിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്. മഴ വന്നാൽ ജീവനെടുത്ത് കയ്യെ പിടിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്ന. ഒരു കുഞ്ഞും ഒക്കെ ആയിട്ട് കിടക്കുന്നത് അതിൻ്റെ അകത്ത്. ഒരു നിർവാഹമില്ല ഞങ്ങൾക്ക് ജീവിക്കാനൊന്നും. പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ലയങ്ങളിലെ അവസ്ഥ മനസ്സിലാക്കാൻ ആരും ഇങ്ങോട്ടെത്താറില്ല. ഭീതിയോടെ ജീവിക്കുകയാണിവർ. ന്യൂസ് 18 പീരുമേട്.
ദുരന്തങ്ങൾ ഉണ്ടായാലേ ഹൈറേഞ്ചിൽ വികസനങ്ങൾ വഴിതുറക്കൂ. 2018 തകർന്ന മൂന്നാർ പെരിയവാര പാലത്തിലൂടെ 2 വർഷത്തിനിപ്പുറം ഗതാഗതം താൽക്കാലികമായി തുറന്നു നൽകിയത് പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പെരിയവാര പാലത്തിന് പകരമായി നിർമ്മിച്ച താൽക്കാലിക പാലം കനത്ത മഴയിൽ വീണ്ടും തകർന്നിരുന്നു. 2018 ഓഗസ്റ്റ് 15-നാണ് പെരിയവാരയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം തകർന്നത്. ഇതോടെ ഇതുവഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. മറയൂരും സമീപത്തെ പെട്ടിമുടിയടക്കമുള്ള 5 എസ്റ്റേറ്റുകളും ദിവസങ്ങളോളം ഒറ്റപ്പെട്ടു കിടന്നു. പിന്നീട് താൽക്കാലികമായി ചപ്പാത്ത് പാലം നിർമ്മിച്ചു. 3 തവണ ചപ്പാത്ത് പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതിനുശേഷം പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഉണ്ടായതോടെയാണ് PWD ഫണ്ട് അനുവദിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ആദ്യഘട്ടം മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഇത്തവണ മഴയെത്തിയപ്പോഴും ചപ്പാത്ത് പാലം വീണ്ടും ഒലിച്ചുപോയി. വീണ്ടും നാട്ടുകാർക്ക് ദുരിതം. കഴിഞ്ഞ 7-ാം തീയതി പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഏറെ തിരിച്ചടിയായി മാറിയതും പാലമില്ലാത്തതായിരുന്നു. തിരച്ചിൽ സംഘം സംഭവസ്ഥലത്തെത്തിയതും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ്. പരിക്കേറ്റവരെ പാലത്തിന്റെ അക്കരെ നിന്നും എടുത്ത് ഇപ്പുറത്തെത്തിച്ച് മറ്റു വാഹനത്തിലാണ് ആശുപത്രിയിലെത്തിച്ചത്. ഇതിനുശേഷമാണ് ആംബുലൻസ് അടക്കം പോകുന്നതിനായി മണ്ണിട്ട് അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഗതാഗതം സാധ്യമാക്കിയത്. ന്യൂസ് 18 ഇടുക്കി. വയനാട് പനമരം നീരിട്ടാടി ബസ്തി പൊയിലുകളിലെ ജനങ്ങൾ ജീവൻ പണയം വെച്ചാണ് യാത്ര ചെയ്യുന്നത്. പുഴയിലൂടെ മുളച്ചെങ്ങാടം ഉപയോഗിച്ച് സാഹസിക യാത്ര ചെയ്തു വേണം ഇവർക്ക് വീടെത്താൻ. മഴക്കാലമായാൽ സ്ഥിതി അതീവ രൂക്ഷമാകും. നീരാടി ബസ്തിപ്പൊയിൽ നിവാസികൾക്ക് വീടെത്തണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം. കുത്തിയൊഴുകുന്ന പനമരം പുഴയിലൂടെ മുളകൾ കൂട്ടിക്കെട്ടിയ മുളപ്പാണ്ടി ഉപയോഗിച്ചാണ് ജീവൻ പണയം വെച്ചുള്ള യാത്ര. ഈ ബുദ്ധിമുട്ടുകൾ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ നാട്ടുകാർ നിരാശരാണ്. പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് ചെങ്ങാടങ്ങളെ ആശ്രയിക്കുന്നത്. നിറഞ്ഞൊഴുകുന്ന പുഴയിലൂടെ അച്ഛനെയും സഹോദരിയെയും ചെങ്ങാടം തുഴഞ്ഞ് മറുകരയെത്തിക്കുന്നത് 10ാം ക്ലാസ്സുകാരൻ അജിത്താണ്. സ്കൂളിലേക്ക് രാവിലെ പോക്കും വരവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ടിയിലൂടെ അല്ലാണ്ട് വേറെ രക്ഷയില്ല. എനിക്ക് പാലം ഉണ്ടായില്ല കൂടെ പോകാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലൊക്കെ പേടിച്ചിട്ട് ഞങ്ങളെ വിടുന്നത്. പാണ്ടി കൂടെ കയറുമ്പോഴത്തേക്ക് തെന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് വേറെ രക്ഷയില്ല. വെള്ളം കൂടി കയറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പുഴ നിറഞ്ഞാൽ 10 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് 5 കുന്നിലേക്കോ എടത്തും കുന്നിലേക്കോ എത്തണം. കുറേ കാലമായി ഞങ്ങൾ എല്ലാവരോടും മന്ത്രിമാരോടും ഇത് കുറേ നിവേദനങ്ങളൊക്കെ കൊടുത്താൽ ഇതുവരെ ഞങ്ങൾക്കൊരു പാലം ശരിയായിട്ടില്ല. തൂക്കുപാലത്തിന് ഞങ്ങൾ കൊടുത്തായിരുന്നു, അതുമില്ല. ഈ ഭാഗത്ത് ഒരു തൂക്കുപാലം സ്ഥാപിച്ച് തങ്ങളുടെ പുഴയിലെ ജീവൻ മരണ പോരാട്ടം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. കൊലപാതക കേസിലെ പ്രതി ബിർജുവിന്റെ അമ്മ ജയവല്ലിയുടെ കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകം നടന്ന മണാശ്ശേരിയിലെ ബിർജുവിന്റെ പഴയ വീട്ടിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. സ്വത്തിനു വേണ്ടി അമ്മ ജയവല്ലിയെയും സുഹൃത്ത് ഇസ്മയിലിനെയും ബിർജു കൊലപ്പെടുത്തുകയായിരുന്നു. തിരുവല്ലത്ത് പോക്സോ കേസിലെ പ്രതി പിടിയിൽ. പുഞ്ചക്കരി കിഴക്കേക്കരി പുതുവൽ പുത്തൻ വീട്ടിൽ മഹേഷിനെയാണ് തിരുവല്ലം പോലീസ് പിടികൂടിയത്. പിടിയിലായത് സുഹൃത്തിനൊപ്പം പിഴയടയ്ക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 1 വർഷമായി ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എറണാകുളം ചെല്ലാനത്ത് വിതരണം ചെയ്ത പൊതിച്ചോറിലൊന്നിൽ 100 രൂപ കൂടി കരുതി വെച്ച മനസ്സിനെ തേടുകയായിരുന്നു പലരും. ഒടുവിൽ ചെല്ലാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ണമാലി CI ഷിജു ആ സ്നേഹത്തെ കണ്ടെത്തി. പൊതിച്ചോറിലെ 100 രൂപ നോട്ടിന്റെ കാര്യം കണ്ണമാലി CI ഷിജു തന്നെയാണ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. കുമ്പളങ്ങി സ്വദേശി മേരി സെബാസ്റ്റ്യനാണ് ആ അമ്മ മനസ്സ്. ആഴ്ചകളായി ചെല്ലാനത്തു നിന്നും ഒരാൾ പണിക്ക് പോയിട്ട് കടലാക്രമണവും രൂക്ഷം. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമാണ് പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയാണ് മേരി ചേച്ചി കയ്യിലുള്ള പണം ചോറും പൊതിയിൽ വെച്ചത്. ആ ചെല്ലാനത്തുള്ള അവസ്ഥ നമ്മൾ TV-യിലൊക്കെ കണ്ടല്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. കാരണം ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള രോഗമുണ്ട്, വെള്ളക്കയറ്റമുണ്ട്. അപ്പോൾ അതിൽ ഈ എൻ്റെ പൊതിച്ചോറ് കിട്ടുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത്തിരി ചായപ്പൊടി പഞ്ചസാരയെങ്കിലും മേടിച്ച് അവർ ചായയെങ്കിലും തിളപ്പിച്ച് കുടിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പണിയില്ലാതാകുന്ന ഒരാളുടെ വിഷമം മേരി ചേച്ചിയോട് പറയേണ്ട. കാരണം കൂലിവേലക്കാരനായ ഭർത്താവിന് ജോലിയില്ലാതായിട്ട് 4 ആഴ്ചയായി. മേരി ചേച്ചിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ
കണ്ണമാലി സ്റ്റേഷൻ ഒന്നടങ്കമെത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് കിട്ടിയ പൈസയിൽ നിന്ന് ആണ് ചേച്ചി ഇതിലേക്ക് എഴുതി വെച്ചെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ഈ ഒരു കെട്ടകാലത്ത് കയ്യിലുള്ളത് അത്രയും നൽകിയ മേരി ചേച്ചി മലയാളിയുടെ അതിജീവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു മാതൃകയാണ്. മനുഷ്യൻ്റെ അവരനോടുള്ള കരുതലും സ്നേഹവുമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനും ഒരു സമൂഹത്തിന് കരുത്തായി മാറുന്നത്. മേരി സെബാസ്റ്റ്യൻ നമുക്ക് കാണിച്ചു തന്നത് ഈ മാതൃകയാണ്. മനുഷ്യത്വത്തിൻ്റെ നിഷ്കപടമായ ഈ ആവിഷ്കാരങ്ങൾ നമുക്കേവർക്കും പ്രചോദനമായി തീരട്ടെ. ന്യൂസ് 18 കൊച്ചി. എറണാകുളം ചെല്ലാനത്ത് വിതരണം ചെയ്ത പൊതുച്ചോറിലൊന്നിലാണ് 100 രൂപ മേരി ചേച്ചി നൽകിയത്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിലും സൂചിപ്പിച്ചത്. രാമായണ ശീലുകളുടെ കർക്കടകം. തമിഴ്നാട്ടിലുള്ളത് രാമേശ്വരമാണെങ്കിൽ കാസർഗോഡ് രാവണേശ്വരമാണ്. ഇന്ത്യയിൽ തന്നെ രാവണന്റെ പേരിൽ അറിയപ്പെടുന്ന അപൂർവ സ്ഥലമാണിത്. രാവണൻ ഉടുപ്പിയിൽ നിന്നെത്തി ഇവിടെ ധ്യാനത്തിലിരുന്നു എന്നാണ് വിശ്വാസം. ജടാകടാഹ സംഭ്രമഭ്രമന്നിലിംപനിർഝരി വിലോല വീചി വല്ലരി വിരാജമാനമൂർധനി. രാവണൻ എങ്ങനെ കാസർഗോഡ് വന്നു? ആ കഥ ഇങ്ങനെയാണ്. ലങ്കയിൽ കൊടിയ ദാരിദ്ര്യവും വരൾച്ചയും വന്ന കാലം. പുഷ്പക വിമാനത്തിൽ കൈലാസത്തിലെത്തി രാവണൻ ആത്മലിംഗം ആവശ്യപ്പെട്ടു. നൽകാൻ പരമശിവൻ തയ്യാറായി. എന്നാൽ ആത്മലിംഗം കടൽ കടന്നാൽ ഭാരത ഭൂഖണ്ഡത്തിൽ വരൾച്ച വരുമെന്ന് ഗംഗാദേവി ഉപദേശിച്ചു. യാത്രയ്ക്കിടയിൽ ആത്മലിംഗം നിലത്ത് വെക്കരുത് എന്ന ഉപദേശത്തോടെ പരമശിവൻ കൈമാറുന്നു. ഗോകർണമെത്തിയപ്പോൾ രാവണൻ നിലത്തിറങ്ങിയതോടെ ശിവലിംഗം അവിടെ ഉറച്ചു. നിരാശനായി തെക്കോട്ട് നടന്ന രാവണൻ രാവണേശ്വരത്തെത്തി ശിവനെ തപസ്സു ചെയ്തു. തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഗുഹ ഇവിടെ ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട്. ലലാടചത്വരജ്വലധനഞ്ജയസ്ഫുലിംഗഭ നിപീത പഞ്ചസായകം നമന്നിലിംപനായകം സുധാമയൂഖലേഖയാ വിരാജമാനശേഖരം മഹാകപാലി സമ്പദേ ശിരോജടാലമസ്തുന. രാവണേശ്വരം പെരുന്തൃക്കോവിൽ ഉത്തരമലബാറിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. രാവണന്റെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ശിവലിംഗം പ്രതിഷ്ഠ നടത്തിയെന്നും ആ ഐതിഹ്യപരമയിൽ ഇന്ന് പെരുന്തൃക്കോവിൽ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നെങ്കിലും രാവണേശ്വരം പെരുന്തൃക്കോവിൽ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പേര്. പക്ഷേ രാമായണ മാസത്തിൽ ഇവിടെ ഈ രാവണൻ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗ്രാമത്തിന് രാവണേശ്വരം എന്ന് പേരും. പിന്നെ തമിഴ്നാട്ടിൽ രാമൻ യുദ്ധ സമയത്ത് രാമേശ്വരം, രാമൻ്റെ ഈശ്വരൻ ശിവനാണ്, അതും രാമേശ്വരം എന്ന് വന്നു. ഇത് രാവണേശ്വരം എന്ന് വന്നു. 2 ഗ്രാമം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ രാവണേശ്വരവും തമിഴ്നാട്ടിൽ രാമൻ്റെ രാമേശ്വരം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പോലെ ഇവിടെയും പെരുന്തൃക്കോവിലപ്പനാണ് പൂജാവസാന സമയേ ദശവക്രഗീതം യശംഭുപൂജനമിദം പഠതി പ്രദോഷേ തസ്യ സ്ഥിരാം രഥഗജേന്ദ്രതുരംഗയുക്താ ലക്ഷ്മീം സദൈവ സുമുഖീം. കെ.വി. ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.